അടുത്ത് ഞാനൊരു ഫംഗ്ഷന് പോയപ്പോഴാണ് എനിക്ക് പരിചയമുള്ള ഒരുപാട് പേരെ രണ്ടാമത് കാണാൻ എനിക്കൊരു അവസരം കിട്ടിയത്. അപ്പോൾ നമ്മുടെ തന്നെ ഏകദേശം ഏജുള്ള ഒരാൾ, എന്നേക്കാൾ ഒരു 5-6 വയസ്സിന് മാത്രം മൂത്ത ആൾക്കാരുള്ള, നമ്മുടെ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സീനിയേഴ്സും ജൂനിയേഴ്സും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാൾ എന്നോട് ചോദിച്ചത്, നീ ഇപ്പോൾ ഡോക്ടറായിട്ടല്ലേ വർക്ക് ചെയ്യണേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു, നീ നിൻ്റെ നമ്പർ തരികയാണെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ നമ്പർ കൊടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവർ ഏകദേശം മാരീഡ് ആയിട്ട് ഒരു 5-6 വർഷമായി. പക്ഷെ അവർക്ക് ഇതുവരെ ബേബീസ് ഇല്ല. അവർ 1-2 തവണ കൺസീവ് ചെയ്തു, പക്ഷെ എങ്ങനെയോ അവർക്കത് അബോർഷനായിട്ട് പോവുകയാണ് ചെയ്തത്. കാര്യമായിട്ടൊരു പ്രോബ്ലംസ് ഉള്ള കപ്പിളല്ല അവർ. ഡോക്ടറുടെ അടുത്ത് ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് റിസൾട്ട്സിലും കാര്യപ്പെട്ട തകരാറൊന്നും കാണുന്നില്ല. പക്ഷേ ഇത് 1 തവണയല്ല 2 തവണയായിട്ട് ഇങ്ങനെ അബോർഷനായി. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഞാൻ ഡോക്ടർ റെഹാന റഷീദ്, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഇപ്പോൾ ഒരുപാട് കപ്പിൾസിൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് റിപ്പീറ്റഡ് അബോർഷൻ. അത് യങ് ആയിട്ടുള്ള കപ്പിൾസിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു 30+ അല്ലെങ്കിൽ ഒരു 40+ കപ്പിൾസിലൊന്നും അല്ല. വളരെ യങ്, റീസെൻ്റ്ലി മാരീഡ് ആയിട്ടുള്ള ഫസ്റ്റ് ബേബി കൺസീവിങ് സെക്ഷനിലൊക്കെ, അതായത് ആദ്യത്തെ കുട്ടീനെ അവർ കൺസീവ് ചെയ്യുന്ന മൊമെൻറ്റിലൊക്കെയാണ് ഇങ്ങനെ അബോർഷൻ കണ്ടുവരുന്നത്. പണ്ടൊന്നും തീരെ കണ്ടുവരാത്തൊരു ടെൻഡൻസി. അത് എന്തുകൊണ്ടാണ് ഇത്ര കൂടുതൽ അബോർഷൻസ് ഇപ്പോൾ നടക്കുന്നത്? അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവരുടെ റിപ്പോർട്ട്സ് ഒന്ന് നോക്കി. റിപ്പോർട്ട്സ് നോക്കിയപ്പോഴാണ് ഒരു ചെറിയ കാര്യം എൻ്റെ കണ്ണിൽ പെട്ടത്. അതായത് ഹസ്ബൻഡിൻ്റെ ടോട്ടൽ കൗണ്ടും കാര്യങ്ങളും മാത്രമാണ് അവർ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആവശ്യമുള്ള മോർഫോളജി പോലത്തെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അവർക്ക് മേജർ മോർഫോളജി ഡിഫക്ട്സ് ഉണ്ട്. മോട്ടിലിറ്റിയും നമ്മൾ വിചാരിച്ചേക്കാൾ ഒരുപാട് ലോ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് പുരുഷന്മാരിൽ ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് സ്പേം ഹെൽത്ത്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഹെൽത്തിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു അബോർഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ബേബി എന്നുള്ള 2 ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? സ്പേം ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ മോട്ടിലിറ്റി, അതിൻ്റെ ഫങ്ഷൻ, ഇത്രയും കാര്യങ്ങൾ വളരെ നിർബന്ധമാണ്. ഒരു എഗ് ആൻഡ് സ്പേം രണ്ടും കൂടി എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 48 അവേഴ്സ് മാത്രമാണ് മോസ്റ്റ് ഹെൽത്തി ടൈം കൺസീവ് ചെയ്യാൻ. ഈ ഒരു 48 മണിക്കൂറിനുള്ളിൽ കൺസീവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു ഹെൽത്തി ബേബി അല്ലെങ്കിൽ നല്ലൊരു കുഞ്ഞ്, വളരെ ആരോഗ്യപൂർവമായ ഒരു ബേബി ജനിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇപ്പം കാണുന്ന പുരുഷന്മാരുടെ സ്പേം ഹെൽത്ത് അങ്ങനെയല്ല. പണ്ടത്തെ 40കളിലുള്ള സ്പേം ഹെൽത്ത് മാത്രമാണ് ഇപ്പോഴത്തെ 20 അല്ലെങ്കിൽ 20-30 വയസ്സിലുള്ള പുരുഷന്മാർക്കുള്ളത്. ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു സ്പെക്ട്രം ചേഞ്ച് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ഫസ്റ്റ് ഉത്തരവാദി നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ഉറക്കം തീരെ ശരിയല്ല, പ്രോപ്പർ റെസ്റ്റ് കിട്ടാത്ത ഒരു വെരി ബാഡ് ലൈഫ് സ്റ്റൈലാണ് ഇപ്പോഴത്തെ പുരുഷന്മാർ ഫോളോ ചെയ്യുന്നത്. മറ്റത് ഭക്ഷണ രീതി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓൺ ടൈം അല്ല. ഇനി ടൈമിനാണെങ്കിൽ പോലും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഈസ് റിയലി ബാഡ്, വളരെ മോശമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, പണ്ട് നമ്മൾ മാസത്തിലൊരിക്കൽ കഴിച്ചിരുന്ന ഭക്ഷണമോ അല്ലെങ്കിൽ 3 മാസത്തിലൊക്കെ വല്ലപ്പോഴും മാത്രം കഴിച്ചിരുന്ന ബ്രോസ്റ്റ് അല്ലെങ്കിൽ പുറത്തത്തെ ഭക്ഷണങ്ങളൊക്കെ ഇപ്പോൾ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയൊക്കെ കഴിക്കുന്ന ഒരു ശീലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഈയൊക്കെ കാരണം കൊണ്ട് തന്നെ നമുക്ക് വേണ്ട ന്യൂട്രിയൻ വാല്യൂ തീരെ കിട്ടാറില്ല. പലപ്പോഴും ക്ലിനിക്കിലും മറ്റുമായിട്ട് ഞാൻ പറയാറുണ്ട്, വി ആർ വാട്ട് വി ഈറ്റ്. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ. നമുക്ക് വരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മുടി, നമ്മുടെ ശരീരം, നമുക്ക് രോഗങ്ങൾ, മറ്റ് ലൈഫ് സ്റ്റൈൽ, ഹെൽത്ത്, ബ്യൂട്ടി, ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ബേസ് ചെയ്തിട്ടാണ്. സോ ബേസിക്കലി ഭക്ഷണം നിങ്ങൾ ശരിയാക്കാതെ നിങ്ങൾ എത്ര തന്നെ ജിമ്മ് ചെയ്തോട്ടെ, എക്സസൈസ് ചെയ്തോട്ടെ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, ദർ ഇസ് നോ യൂസ്. നിങ്ങൾ അത് കറക്റ്റ് ചെയ്യുക ഫസ്റ്റ്. മറ്റൊരു ഘടകമാണ് നിങ്ങൾക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന ഇഞ്ചുറീസും രോഗങ്ങളൊക്കെ. നമ്മൾ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ക്രിക്കറ്റ്, ഫുട്ബോൾ പോലുള്ള കാര്യങ്ങൾ കളിക്കുമ്പോൾ ചിലപ്പോൾ ടെസ്റ്റിക്കിൾസ് അല്ലെങ്കിൽ വൃഷ്ണങ്ങൾ, ആ ഭാഗങ്ങളിലൊക്കെ ചെറിയ ഇഞ്ചുറീസ് തട്ടാം. ബോൾ ഇടിക്കുക, വീഴുക, അല്ലെങ്കിൽ ചെറിയ ഇഞ്ചുറീസ്. പക്ഷെ പലപ്പോഴും ആരും അതിന് ഫോളോ അപ്പ് ചെയ്യാറില്ല. അന്നത്തേക്കൊരു പെയിൻ റെമഡി എടുത്തു, പെയിൻ കില്ലർ എടുത്തു, ഡോക്ടറെ കാണിച്ചു. മറ്റെന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് അതിനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടോ എന്ന് ആരും നോക്കാറില്ല. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് മോസ്റ്റ് നെഗ്ലക്റ്റഡ് കേസാണ്. ഇൻ കേസ് ഓഫ് എനി ടെസ്റ്റിക്കുലർ ഇഞ്ചുറീസ്,
ടെസ്റ്റിക്കിൾസിന് എന്തെങ്കിലും ഇഞ്ചുറീസ് നിങ്ങൾക്ക് മുന്നേ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ഫങ്ഷണൽ ബേസിസ് അത് ഓക്കെ ആണെന്ന് നോക്കുക. ഒരുപാട് ബ്ലഡ് സപ്ലൈ ഉള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ചെറിയ ഡിഫക്ട്സ് ഒരുപാട് ചേഞ്ചസ് വരുത്തും, ബ്ലോക്കേജസ് വരാം. സ്പേം ഹെൽത്ത് കംപ്ലീറ്റ്ലി തകരാറിലാക്കാനും ചില കേസസ് സ്പേമിൻ്റെ പ്രൊഡക്ഷൻ തന്നെ 0 ആവാൻ ഈ ഒരൊറ്റ റീസൺ മതി. മറ്റൊരു കോമൺ കേസാണ് ഇത്, എല്ലാ അമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കാം. ആൺകുട്ടികളിൽ വരുന്ന മംസ് അല്ലെങ്കിൽ പെരോട്ടിഡ് ഗ്ലാൻസിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ വരുന്ന മുണ്ടി നീര് എന്നൊക്കെ നമ്മൾ പറയും. കാണുമ്പോൾ ഏതൊരാൾക്കും വരുന്ന പോലെ തന്നെ ചെറിയ ഇൻഫെക്ഷനാണ്, കോമൺ ആണ്. നമുക്ക് നോർമലി വാക്സിൻസ് എടുത്താൽ തന്നെ ഈ ഒരു രോഗം ഒരു 90% നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. പക്ഷെ അത് എടുക്കാത്ത ആൾക്കാരിലോ അല്ലെങ്കിൽ എടുത്തവരിൽ തന്നെ അത് വന്നാൽ പോലും ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. കുട്ടിക്ക് ഇവിടെ ഒരു താടവീക്കം വന്നു, 2 ദിവസം കഴിഞ്ഞിട്ട് പനി കുറയണില്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചാൽ പോരെ? നോ. മുണ്ടി നീര് ആൺകുട്ടികളിൽ വന്ന എത്രയും പെട്ടെന്ന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഡിഫക്ട്സ് വരുന്നത് ഭാവിയിൽ കുട്ടി വളർന്ന് ഇങ്ങനത്തെ ഇൻഫെർട്ടിലിറ്റി പോലുള്ള മേജർ പ്രോബ്ലംസിലോട്ട് വരുന്നുള്ളതാണ്. ഇത് നമ്മൾ നിസ്സാര കാര്യങ്ങൾ അവഗണിക്കുമ്പോൾ നമുക്ക് വരുന്ന ഏറ്റവും വലിയ സൈഡ് എഫക്ട്സ് ആണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം കൺസിഡറേഷനിൽ എടുക്കണം. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ, നിങ്ങൾ എക്സ്റേ, റേഡിയേഷൻ അല്ലെങ്കിൽ ഒരുപാട് ഇലക്ട്രോണിക്സിൻ്റെ അടുത്ത് ജീവിക്കുന്നത്, ഹീറ്റ് കൂടിയ സാധനങ്ങളുടെ അടുത്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ജോലിയിൽ നിന്ന് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കൽ നിങ്ങളുടെ സ്പേം ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജോലി ഏതായിക്കോട്ടെ, ഇനിയിപ്പോൾ സപ്പോസ് ഹോട്ടൽ ബേസ്ഡ് ജോലികൾ, എക്സ്റേ ടെക്നീഷ്യൻ പോലുള്ള ജോലികളൊക്കെ ആകുമ്പോൾ ഇത് നിങ്ങളുടെ വൃഷ്ണങ്ങളുടെ മോട്ടിലിറ്റി, അവിടെ ഉള്ള സ്പേമിൻ്റെ പ്രൊഡക്ഷൻ ഇതിനൊക്കെ ഇഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു റെഗുലർ ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴുള്ള ഒരു സ്കാനോ ഡോക്ടർ വിസിറ്റോ ഒരിക്കലും നിങ്ങൾക്ക് ഹാംഫുൾ അല്ല. നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ അതൊരു വളരെ നല്ല ഓപ്ഷൻ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾ എന്തൊക്കെയാണ്, സ്പേമിന് നല്ല മോട്ടിലിറ്റി കിട്ടാനും ഹെൽത്തി എൻവയോൺമെൻറ്റിന് വേണ്ടി ചെറിയ തണുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് വൃഷ്ണങ്ങൾ ബോഡിക്ക് പുറത്തുള്ളത്, അതായത് ടെസ്റ്റിക്കിൾസ് എപ്പോഴും ഒരു ബാഗിനായിട്ട് പുറത്താണ് അല്ലേ? എന്തുകൊണ്ടാണ് ദൈവം നമ്മളങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത്? അപ്പം നമ്മൾ ഗോഡ് എന്നൊരു വ്യക്തി അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറച്ച് തണുപ്പേറിയ ടെമ്പറേച്ചറാണ് നമ്മുടെ സ്പേമിന് വേണ്ടത്. അതുകൊണ്ടാണ് അത് നമ്മൾ ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് മാറി നിന്ന് ഒരു കൂളർ ടെമ്പറേച്ചറിൽ നിൽക്കാൻ വേണ്ടി അങ്ങനെ ഒരു പൊസിഷനിലുള്ളത്. അപ്പോൾ അത് നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ഹീറ്റിൽ, റേഡിയേഷനിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ മോട്ടിലിറ്റി വളരെയധികം ഡൗൺ ആവാനും ഹെഡ് ഡിഫക്ട്സ്, ടെയിൽ ഡിഫക്ട്സ് പോലുള്ള കാര്യങ്ങൾ വരാനും ഒരു മേജർ റീസണായി മാറുന്നുണ്ട്. അത് നിങ്ങൾ കെയർ എടുക്കുക. ഇങ്ങനെയുള്ളവർ പ്രത്യേകം വീട്ടിലൊക്കെ വരുമ്പോൾ വളരെ ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ യൂസ് ചെയ്യും. മുണ്ട് ഉപയോഗിക്കാം, ലുങ്കി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലൂസ് ബോക്സസ് യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ശീലങ്ങൾ വളരെ നല്ലതായിരിക്കും. മാക്സിമം നിങ്ങൾ ടൈറ്റ് അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ ഇഗ്നോർ ചെയ്യുക. പിന്നെ കളേർഡ് ഫുഡുകൾ മാക്സിമം നിങ്ങൾ കുറയ്ക്കുക. എത്രത്തോളം കളേർഡ് ആണോ അതിൻ്റെ കെമിക്കൽസ് നിങ്ങളുടെ മോട്ടിലിറ്റിനെ എഫക്റ്റ് ചെയ്യും. ഇതൊക്കെ ജനറലി നമുക്ക് സൂക്ഷിച്ചാൽ തന്നെ ഒരു 70% നമുക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ മറ്റൊരു മേജർ ഡിഫക്റ്റ്, നിങ്ങളുടെ ഫോൺ നിങ്ങൾ എവിടെയാണ് വെക്കാറ്? ഏറ്റവും അടുത്തുള്ള പോക്കറ്റിൽ. ഡോണ്ട് ഡൂ ദാറ്റ്. പറ്റുമെങ്കിൽ കയ്യിൽ പിടിക്കുക, ബാഗ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ബാഗിൽ യൂസ് ചെയ്യുക. ഇത്തരത്തിലുള്ള ചെറിയ ചേഞ്ച് നിങ്ങളുടെ ഹെൽത്തിലൊരു മേജർ ചേഞ്ച് അല്ലെങ്കിൽ സ്പെക്ട്രം തന്നെ ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെ പണ്ട് ഇത്ര തന്നെ കോമൺ ആയിരുന്നില്ല. ബിക്കോസ് നമ്മുടെ ഹെൽത്ത് ഇതിനോടൊക്കെ പൊരുതാനുള്ളതും നമ്മുടെ മോട്ടിലിറ്റിയൊക്കെ അത്രയും നല്ലതായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ചങ്ങനെ ഫോൺ വെച്ച് കുറഞ്ഞാലും അത് കുറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൺകുട്ടികൾക്ക് പൊതുവേ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ കൗണ്ട് കുറച്ച് കുറഞ്ഞിട്ടാണ് കണ്ടുവരുന്നത്. ഇതിനുള്ള ഒന്നാമത്തെ റീസൺ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. രണ്ടാമത്തെ ലാക്ക് ഓഫ് ഹെൽത്ത് അവെയർനെസ്. പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുമ്പുള്ള കുട്ടികളുടെ ആരോഗ്യം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. അതുകൊണ്ട് തന്നെ ഉള്ള ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യലും അത് പ്രിസർവ് ചെയ്യലും അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ മാരീഡ് ആണ്, പക്ഷെ മുമ്പുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, നിങ്ങളിതൊന്നും കെയർ എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഫേസിലോട്ട് കടക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും? അങ്ങനെയുള്ളവർക്കുള്ള ആൻസറാണ് ഡയറ്റിൽ കൂടുതൽ അത്തിപ്പഴം, അതേപോലെ തന്നെ ബ്ലാക്ക് ഡ്രൈഡ് ഗ്രേപ്സ്, ബ്ലാക്ക് റേസിൻസ്, അതായത് കറുത്ത ഉണക്കമുന്തിരി യൂസ് ചെയ്യുന്നത്, അനാറ് കൂടുതൽ കഴിക്കുന്നത്, വെളുത്തുള്ളി കൂടുതൽ കഴിക്കുന്നത്, വെള്ളക്കടല കൂടുതൽ കഴിക്കുന്നത്. ഈ ഭക്ഷണങ്ങളൊക്കെ സ്പേം ഹെൽത്ത്, അതിൻ്റെ മോട്ടിലിറ്റി, ഫങ്ഷനൊക്കെ ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രൊഡക്ഷനെ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മിനറൽസ് അതിലുണ്ട്, കുറേ മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ വെളുത്തുള്ളിയും വെള്ളക്കടലൊക്കെ ഒരുമിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ തന്നെ ഒരു നല്ല സോഴ്സാണ് നിങ്ങൾക്ക് ഈ ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റ് ചെയ്യാനൊക്കെ. ഇത് ഒരുപാട് പേർക്ക് അറിയില്ല. നിങ്ങൾ ഡയറ്റൊക്കെ ചെയ്ത് ഓൾറെഡി
വെള്ളക്കടലേൻ്റെ ഒക്കെ സാലഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് കുറച്ച് ഗാർലിക് അതിൽ ആഡ് ചെയ്യൂ. അത് നിങ്ങളുടെ ഹെൽത്തിനെ ഏത് ലെവലിൽ ബൂസ്റ്റ് ചെയ്യുന്നുള്ള ചെറിയ ചേഞ്ചസ് ആയിരിക്കാം, പക്ഷെ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഒരു നല്ല ചേഞ്ചാണ്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താം. അതേപോലെ തന്നെ ഇൻ കേസ് ഇപ്പോഴാണ് നിങ്ങൾ ഹെൽത്ത് നോക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒരു നല്ല സമയത്ത് നിങ്ങളൊന്ന് ഉറങ്ങൂ. നിങ്ങളുടെ സ്പേം ഹെൽത്തിന് നിങ്ങളുടെ സ്ലീപ്പിൽ ഒരുപാട് പങ്കുണ്ട്. നമുക്ക് ഉറക്കം തെറ്റുമ്പോൾ, നമുക്ക് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ ഒരുപാട് ഹോർമോൺസിൻ്റെയും എൻസൈംസിൻ്റെ റിലീസ് കുറേ ഓൾട്ടേഡ് ആകും. അതിൽ പെട്ടതാണ് കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ, സ്ട്രെസ് ഹോർമോൺ. നമുക്ക് ഓൾറെഡി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും വർക്ക് ബേസ്ഡ് ആണ്, എല്ലാവരും വളരെ മണി ഓറിയൻറ്റഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് കൂടുതലാണ് അല്ലേ. നമ്മൾ ഉറക്കത്തിനകത്ത് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ നമ്മുടെ കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ ആകെ തകരാറിലാകുന്നു. ഈ കോർട്ടിസോൾ കൂടുന്ന സമയത്ത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ബോഡി ഫങ്ഷൻസ് ഡൗൺ ആകും. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, നിങ്ങളുടെ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി ഹോർമോൺസിനെ, ആൻഡ്രോജൻസിനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നല്ലൊരു സമയത്ത് ഉറങ്ങുക, നല്ലൊരു സമയത്ത് എഴുന്നേൽക്കുക. പറ്റുമെങ്കിൽ 25 മിനിറ്റ്സ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് എക്സസൈസ് ചെയ്യുക. ഞാൻ കണ്ടിട്ടുള്ള മറ്റൊരു പ്രശ്നം, ഈ 25 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ നടക്കുന്നതല്ല. പ്ലീസ് നടത്തം മാത്രം ആക്കരുത്. തീരെ ജോയിൻറ്റ് പെയിൻസ് ഉള്ളവരും അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഡോക്ടേഴ്സ് ഏറ്റവും ബേസിക് ആയിട്ട് പറയുന്ന ഒരു എക്സസൈസാണ് നടത്തം. നിങ്ങൾ യങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓടാൻ കഴിയുമെങ്കിൽ ഓടുക, ജിമ്മ് ചെയ്യാൻ കഴിയുമെങ്കിൽ ജിമ്മ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സസൈസ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യണമെന്ന് ആരും നിർബന്ധിക്കുന്നില്ല. യു ക്യാൻ ഡു എനിത്തിങ്. അതായത് നിങ്ങളുടെ ബോഡി ഹീറ്റ് ആകുന്നതും സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എന്ത് കാര്യം നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ സ്പോർട്സ് ചെയ്യുന്നവരാണോ, ഫുട്ബോൾ കളിക്കുന്നവരാണോ, ഷട്ടിൽ കളിക്കുന്നവരാണോ, അത് കളിക്കൂ. അത് ഇനഫ് ആൻഡ് മോറാണ്, അത് മതി. അതല്ല നിങ്ങൾക്ക് നീന്തൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്ലീസ് സ്വിം, നിങ്ങൾ നീന്തിക്കോളൂ, അത് മതി. എന്തെങ്കിലും ബോഡി ആക്ടിവിറ്റി, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 20 മിനിറ്റ് ജിമ്മ് തന്നെ ഇടണം അല്ലെങ്കിൽ ഡംബല് തന്നെ എടുക്കണം, അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. നിങ്ങളുടെ ബോഡി ആക്റ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ മിനിമം 25 മിനിറ്റ്സ് എങ്കിലും യൂസ് ചെയ്യുക. ഒരുപാട് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നതാണ്. ടിൽ 25 മിനിറ്റ്സ് നമ്മുടെ ബോഡി ഫാറ്റ് യൂസ്ഡ് ആകുന്നേ ഇല്ല. ആഫ്റ്റർ ദാറ്റ്, അതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഫാറ്റ് സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫാറ്റ് റിഡക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് തടിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ടൈമിങ് ഇഷ്യൂസ്, പെട്ടെന്ന് ഇറക്ഷൻ നഷ്ടപ്പെടുക, ഇങ്ങനത്തെ കണ്ടീഷൻസ് ഇതിൻ്റെ കൂടെ വരാം. ഇതൊക്കെ യങ് ആൾക്കാരിലാണ്, മുതിർന്നവരിലല്ല കേട്ടോ. ഈ യങ് ആൾക്കാരിൽ പോലും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഒരു ഡോക്ടറെ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യുക. ടൈമിങ് ഇഷ്യൂസ് ഒന്നും ഒരിക്കലും ഒരു യങ് അഡൾട്ടിൽ ഉണ്ടാവാൻ പാടില്ല, അൺടിൽ ആൻഡ് അൺലെസ് ഒരു മേജർ ഹോർമോണൽ ചേഞ്ച് ഉണ്ടെങ്കിൽ. അങ്ങനത്തെ ഇഷ്യൂസ് കാണുമ്പോൾ മറ്റ് കണ്ടീഷൻസ് പോലെ ഡയറ്റ് മാത്രം നോക്കിയിരിക്കരുത്. ഉടനടി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ ഈ ഒരു കണ്ടീഷൻ നോക്കിയിട്ടും നിങ്ങൾക്കൊരു ചേഞ്ചും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വൈഫിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒരേ സമയത്ത് അതാത് ദിവസങ്ങളിൽ, ഒരു പ്രത്യേക ദിവസങ്ങളും ഡേറ്റും ഉണ്ട്, അതിന് ഓരോ ടെസ്റ്റുകൾ വളരെ നിർബന്ധമാണ്. നിങ്ങളൊരു നല്ല ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിലോ നല്ലൊരു ഡോക്ടറെയോ കണ്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഹോമിയോപ്പതിയിൽ ഇതിൽ ഒരുപാട് നല്ല ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരുപാട് കേസസ് പോസിറ്റീവായിട്ടും ഇപ്പോൾ ഒരുപാട് പേർക്ക് ഓൾറെഡി അറിയാം, നമ്മൾ പറയാതെ തന്നെ. ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഹോമിയോ സെൻറ്റേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഹോസ്പിറ്റലിലോ കൺസൾട്ട് ചെയ്യാം. ഞാൻ ഡോക്ടർ റിഹാന റഷീദ്. ഇതിനോടനുബന്ധിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ താഴെ നമ്മളൊരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ വാട്സപ്പ് ചെയ്യുന്നതോ കോൾ ചെയ്യുന്നതോ ചെയ്യാം. ഇതുപോലുള്ള മറ്റ് ഹെൽത്ത് വീഡിയോസും ആയിട്ട് നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ഞാൻ ഡോക്ടർ റിഹാന റഷീദ്, ഡോക്ടർ ബാസിസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.